എനിക്ക് ഒരിക്കലും അതേ സെയിം ക്യാരക്ടർ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ചില്ല. ഐ പ്രിഫർ ഡൂയിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റൈൽസ്. അതായത് ട്രെയിനിൽ പാടി നടക്കുക, അല്ലെങ്കിൽ സൂപ്പർ മോഡലാവുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോർമലായ ഒരു പെൺകുട്ടിയാവാം. സോ ഐ എൻജോയ്, അതൊരു എക്സ്പ്ലോറേഷൻ ഞാൻ അധികം എൻജോയ് ചെയ്യുന്നതാണ്. കിസ്മത്തൊക്കെ ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ 2-3 ക്യാരക്ടേഴ്സ് തന്നെ എനിക്ക് ഓഫർ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുമാരി എന്നൊരു പടം വന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഓൾസോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. പിന്നെ അതിന് ശേഷം വടക്കൻ കെട്ടി. അപ്പോൾ ഐ പ്രിഫർ, അതാണ് ഒരു രസം, ഒരു എൻജോയ് ചെയ്തൊരു വേറൊരു ക്യാരക്ടറായി മാറുന്നത്. ഐ ലൈക്ക് ദ പ്രോസസ്. അപ്പോൾ യെസ്, ഞാൻ സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അത്രയും ഓഫേഴ്സ് വരണ്ടേ, കുറച്ച് ഓഫേഴ്സ് വരും, അതൊന്നും ഞാൻ സെലക്ട് ചെയ്യും. സോ യാ. അതിന്റെ പുറകിൽ നടന്നിട്ടുള്ള റൈറ്റിംഗ് ആയിരുന്നു, സിനിമാറ്റോഗ്രഫി ആയിരുന്നു, ഇവർ കൊടുത്ത ആക്ടേഴ്സ് കൊടുത്തുള്ള എക്സ്പ്രഷൻസ് ആയിരുന്നു, സൗണ്ടിങ്, ആ എഫേർട്ട് ഒരു ഏരിയ പാടിയിരുന്നെങ്കിലും കംപ്ലീറ്റ്ലി ആയിട്ട് മാറിപ്പോയത് വേറെ രീതിയിൽ ആൾക്കാരെടുത്ത്. പക്ഷെ എല്ലാം റൈറ്റ് ടൈം റൈറ്റ് പോയിന്റിൽ വർക്ക്ഔട്ട് ആയി എടുത്ത എഫേർട്ട്. അത് ഈ സൂപ്പർ നാച്ചുറൽ പ്രോസസ് ചെയ്യുമ്പോൾ എങ്ങനെ സൗണ്ട് ചേഞ്ച് ചെയ്യും, അതെങ്ങനെ നമുക്കത് ഒരു അൺനാച്ചുറൽ ഇതാക്കാം. അതിൽ ഞാൻ കുറച്ച് AI ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ AI പ്ലഗിൻസ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വോക്കൽ ക്രിയേറ്റ് ചെയ്തത്. യു ഫീൽ എ മാൻ ഇൻസൈഡ് എ വുമൺ, so that it sort of justifies the story. I wanted that ഒന്ന് ഒറ്റയടിക്ക് കേൾക്കുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ ലെയേഴ്സ് അതിനകത്തുണ്ടാക്കുന്നു. There are various layers of sounds that I have put together, including animals. Plus, just the vocal processing is done through an AI-based platform. So it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very seductive, you know. So as per the expression keeps changing, I have to draw lines to create, ആ സീനിൻ്റെ എസെൻസ് പോകാതെ, എന്നാൽ നമുക്ക് സൗണ്ട് ഭയങ്കര ഓവർ പവറിങ് ആകാതെ, ആ എസെൻസ് പോകാതെ നിലനിർത്തുക. ഓരോ മൊമെൻറ്റിലും അവിടെ എലിമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ ഉള്ള സിറ്റുവേഷൻ. ആദവും Adam and Eve, our concept, suddenly the snake comes in. In certain sections, I made her feel like palm in the seal carrot. You make the voice sounds like that. So it's been, it's very carefully crafted like that. That's probably that scene comes across very, it is in the right dot. Actually, എല്ലാവരും ഒരുമിച്ച് ഓൺ സെറ്റ്, ദിസ് വാസ് sort of caused it all this after the shooting. സജീവ് സർ, കേക്കോ മാം, കിഷോർ, ഉണ്ണിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് സജീവ് സർ എന്നോട് പറഞ്ഞു, ബിക്കോസ് ഐ വാസ് ക്യാരിയിങ് ദാറ്റ് സ്റ്റാർട്ടിങ് വിത്ത്, അങ്ങനെ മേഘ പ്രോസസ്സായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സജീവ് സർ സെഡ് ദാറ്റ് ശ്രുതി, യു ടെൽ മീ, നിങ്ങൾ പറയൂ, ഇതാണ് പോയിട്രി, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഇതാണ് സീൻ, നമുക്കിത് എങ്ങനെയാണ് ഇത് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. സോ ഹി ഹാഡ് സം സജഷൻസ്. കേക്കോ മാം പറഞ്ഞു, ഓക്കെ ശ്രുതി എങ്ങനെയാണ് അപ്പോൾ ഇത് വാക്ക് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ലൈറ്റ്, ഇതാണ് കോറിഡോർ, ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ, ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഒരു കെയർഫുള്ളി കൊറിയോഗ്രാഫ് ചെയ്തത്. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്, എല്ലാതും ഓൺ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ലൈറ്റിംഗ് ഓൾസോ മേഘയുടെ മനസ്സിൽ നടക്കുന്ന ചില ഫീലിങ്സ്, ചില മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു. ഇഫ് യു സീ ഹീ ഈസ് റിയാക്ടിങ് ഓൾസോ ടു, മേഘയെ കാണാൻ പറ്റും, പക്ഷെ മേഘയുടെ ഈ മനസ്ഥിതി മാറിയ വേറൊരു വേഷം കാണാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ കെയർഫുള്ളായിട്ട് വീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഗോൺ ടു എ ഡിഫറെൻറ്റ് ടാൻജൻറ്റ്, ആൻഡ് വി വർ വെരി കെയർഫുൾ. അതായത് എത്രയും
ഡെലിക്കേറ്റ് ആയ ഒരു പോയിന്റാണ് പടത്തിൽ. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ആ എസ്തറ്റിക് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് വി thoroughly rehearsed it, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് നമ്മൾ എടുത്തത് ഷോട്ട്. ആൻഡ് യു ക്യാൻ സീ ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്. സാറും പോസ്റ്റിൽ അത് വർക്ക് ചെയ്തിട്ട് ഇറ്റ് വാസ് വണ്ടർഫുൾ അല്ലേ? ഇപ്പോൾ മറ്റ് ഇൻഡസ്ട്രികൾ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് കണ്ടന്റ് ഓറിയന്റഡ് സിനിമകൾ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് വരുന്നത്. ഒരു റെഫറൻസ് എടുക്കുകയാണെങ്കിൽ അവർ മലയാളം ഇൻഡസ്ട്രിയാണ് റെഫർ ചെയ്യുന്നത് പറയുന്നത്. ബട്ട് കളക്ഷൻ റിപ്പോർട്ടുകളോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മറ്റ് ഇൻഡസ്ട്രിയിലാണ് മുമ്പിൽ മലയാളം തുടങ്ങിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഒരു ടെക്നീഷ്യൻ എന്ന ലെവലിൽ അങ്ങനെയല്ല. കളക്ഷനിൽ ലാസ്റ്റ് ഇയറത്തെ ഇഫ് യു ടേക്ക് ദ റെക്കോർഡ്, മലയാളം സിനിമ ഹാസ് ഡൺ ഔട്ട്സ്റ്റാൻഡിംഗ്ലി വെൽ. ഇപ്പം നമ്മൾ കേരളത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട്. വി ക്യാൻ വെൻ വി ലുക്ക് ബാക്ക് നോ, കേരളം ആൻഡ് മലയാളം cinema is the most dynamic film industry today. Like I remember somebody asked JD, why has he made a film like, why did he, as a Bombay production house, പുള്ളി എന്തിനാ നാട്ടിൽ വന്ന് ഒരു മലയാള സിനിമ ചെയ്യുന്നു? The answer to that was very, very interesting. He said, no, I see the best of technicians working in Bombay in Indian cinema are Malayalis, most of them. And world standard content is coming from Malayalam cinema. So I want to do a film. I want to make a film. This is the best way to make a film. As Malayalis, our collective responsibility is that when somebody like him, കേരളത്തിന് പുറത്ത് ഇവിടെ വന്ന് നമ്മുടെ ലാംഗ്വേജിൽ സിനിമ എടുക്കുമ്പോൾ it become our collective responsibility to make that film a success. And I think to make Vadakkan a success is our collective responsibility. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൽ ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് ഉപദ്രവിക്കാണ്ടിരിക്കുക. നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായി വരുമ്പോൾ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ഞങ്ങളെ താഴെയിടാൻ നോക്കണം. ഒന്നുകൂടെ ആ ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ലൈക്ക് വാട്ട് യു റിയലി വാണ്ടഡ് ടു നോ. ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ട് ഉള്ളിൽ ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടി, ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടിയെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം, അത് എൻജോയ് ചെയ്യണം, ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയണം. അതേപോലെ ഈ സിനിമ ചെയ്യുമ്പം പാരനോർമൽ ആക്ടിവിറ്റീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഇങ്ങനത്തെ കാണുന്നതും ഓക്കെ. അപ്പം സ്വന്തമായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പോൾ ആരും അങ്ങനെ ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇറ്റ് വാസ് എ ഫൺ ഷൂട്ട്. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷനാണ് ഞങ്ങൾ ചെയ്തതെങ്കിൽ ഞങ്ങൾക്കതൊരു അടിപൊളി ഷൂട്ടായിരുന്നു.